അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു വിധിച്ചതല്ലേ നടക്കൂ. അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയിൽ പഴിചാരുന്ന പലരും നമുക്കിടയിലുണ്ട്. പരിശ്രമമോ അധ്വാനമോ ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയിൽ പഴിചാരുന്നവരാണ് നമ്മിൽ അധികം ആളുകളും. ഒരിക്കൽ ഈസ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചോദിച്ചു, അള്ളാഹു വിധിച്ചതല്ലാതെ നിനക്കൊന്നും സംഭവിക്കുകയില്ലല്ലോ? അപ്പോൾ ഈസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല. അപ്പോൾ ഇബ്ലീസ് ഈസ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, അക്കാണുന്ന മലമുകളിൽ നിന്നും നീ ചാടണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിലാണല്ലോ നീ മരിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് കൊടുത്ത മറുപടി, ഇന്നൽ അബ്ദ ലാ യബ്തലില്ലാഹ, തീർച്ചയായും ഒരു അടിമക്ക് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ അധികാരമില്ല. വലാകിന്നല്ലാഹ യബ്തലിൽ അബ്ദ, പക്ഷേ അല്ലാഹു തആല അബ്ദിനെ പരീക്ഷിക്കും, അടിമയെ പരീക്ഷിക്കും. സൃഷ്ടിച്ചവനാണവൻ, സംവിധാനിച്ചവനാണ്, സംരക്ഷിക്കുന്നവനാണ്, സംഹാരകർത്താവുമാണ് സൃഷ്ടാവായ അല്ലാഹു തആല. ഇതൊന്നും സൃഷ്ടികൾക്കില്ലാത്ത വിശേഷണങ്ങളാണ്. സൃഷ്ടികർമ്മം, അതുപോലെ തന്നെ സംവിധാനിക്കൽ, സംരക്ഷിക്കൽ, ഇതൊന്നും സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത വിശേഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പരീക്ഷിക്കാൻ സൃഷ്ടികൾക്ക് അധികാരമില്ല. ഇതൊരു തരം അള്ളാഹുവിനെ പരീക്ഷിക്കലാണ്. മലകളിൽ നിന്ന് ചാടുക, മരിക്കില്ല എന്ന് നോക്കുക, ഇത് അള്ളാഹുവിനെ പരീക്ഷിക്കലാണ്. അള്ളാഹുവിനെ പരീക്ഷിക്കാൻ അടിമകൾക്ക് അധികാരമില്ല. ബഹുമാനികളെ, പലപ്പോഴും നാം വിധിയെ പഴിചാരുകയാണ്. അള്ളാഹുവിനെ നാം പരീക്ഷിക്കുകയാണ്. രോഗം വന്നു, ചികിത്സിക്കാതെ ഇരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എൻ്റെ രോഗം മാറുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചികിത്സിക്കുന്നത്? ഇതൊരു തരം അള്ളാഹുവിനെ പരീക്ഷിക്കലാണ്. അതുപോലെ തന്നെ പരീക്ഷ വന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ജയിക്കുമല്ലോ, പിന്നെ എന്തിനാ ഞാൻ പഠിക്കുന്നത്? ഇത് അള്ളാഹുവിനെ പരീക്ഷിക്കലാണ്. അതുപോലെ തന്നെ ദുനിയാവിൻ്റെതായ കാര്യങ്ങൾ, ഒരു വീടില്ലാത്ത ഒരാൾ അതിനുവേണ്ടി പരിശ്രമിക്കാതെ അള്ളാഹു തആല വിധിച്ചാൽ തരും എന്ന നിലയിൽ ആണ് നിലപാട് എങ്കിൽ അത് അള്ളാഹുവിനെ പരീക്ഷിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളതായ പരിശ്രമവും അധ്വാനവും വേണം. അല്ലാതെ അള്ളാഹു തആലയെ പരീക്ഷിക്കാനോ വിധിയെ പഴിചാരാനോ അല്ല നാം സമയം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ SIR-ൻ്റെ പട്ടിക വരാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ പേര് ഇല്ലാത്തവർ, അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് അല്ലാഹു തആല എന്താണ് വിധിക്കുന്നത് അതുപോലെ അങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിച്ചിരിക്കുകയല്ല. ഏതൊരു വിഷയത്തിലും നമുക്ക് നമ്മുടേതായ ഒരു ഭാഗധേയത്വമുണ്ട്. അത് നാം അംഗീകരിക്കണം, അത് നാം ഉൾക്കൊള്ളണം. അള്ളാഹുവിനെ പരീക്ഷിക്കാനോ വിധിയെ പഴിചാരാനോ നാം തയ്യാറാകരുത്. അല്ലാഹു തആല യഥാർത്ഥമായ വിശ്വാസം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.